എത്യോപ്യയിലുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ പുറത്തുവന്ന ചാരമേഘത്തിന്റെ ആഘാതം ഇന്ത്യയിൽ നിന്ന് ഒഴിഞ്ഞുപോയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, വടക്കിഴക്കൻ മേഖലകൾ എന്നിവ കടന്ന് ചാരമേഘം ചൈനയിലേക്ക് നീങ്ങിയതായി കാലാവസ്ഥാ കേന്ദ്രം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ബൽറാം. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ എത്യോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വത സ്ഫോടനം കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യയിൽ വലിയ ആശങ്ക ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ മേഘപടലങ്ങൾ, ഭാഗങ്ങൾ ഉൾപ്പെട്ട മേഘപടലങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ 6 വിമാന സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൂടാതെ ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ മേഖലയിൽ അന്തരീക്ഷ മലിനീകരണം അതീവ രൂക്ഷമായി തുടരുന്നതിനിടെ മനുഷ്യന് ആരോഗ്യകരമായ രാസവസ്തുക്കൾ ഉൾപ്പെട്ട ഈ ചാരമേഘങ്ങൾ വലിയ തോതിൽ ഡൽഹിയിൽ ഉൾപ്പെടെ ആശങ്ക ഉയർത്തിയിരുന്നു. ഏതാണ്ട് ഒരു ദിവസം പൂർണ്ണമായും ഉത്തരേന്ത്യയുടെ ആകാശത്ത് 6 സംസ്ഥാനങ്ങളിലായി ഈ മേഘപടലങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ ഇന്ത്യൻ പ്രദേശം പൂർണ്ണമായും വിട്ട് ചൈനയിലേക്ക് ഈ ചാരമേഘങ്ങൾ പ്രവേശിച്ചിരിക്കുന്നുവെന്നും നിലവിലിപ്പോൾ ആശങ്കയുടെ സാഹചര്യമില്ല എന്നും, അതേസമയം ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണത്തെ നേരിയ തോതിൽ ഈ ചാരമേഘങ്ങൾ ബാധിക്കും എന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസവും വ്യോമഗതാഗതത്തെ ചെറിയ തോതിൽ ഈ ചാരമേഘങ്ങൾ ബാധിച്ചിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.